നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് നീ വെറുതെ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിന്റെ മനസ്സിൽ തട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എൻ്റെ മനസ്സിനെയും ടച്ച് ചെയ്തത്. അതിൽ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷേ കേൾക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ നീ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നീ മനസ്സുകൊണ്ടൊരു ഒരു എക്സ്പേർട്ടാണെന്നാണ്. അതായത് പ്രണയത്തിൻ്റെ എക്സ്പേർട്ട്. പിന്നെ നീ ആരെയോ വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല സാറ്. സാർ എന്നെ തെറ്റിദ്ധരിച്ചു. നിനക്ക് അങ്ങനെയൊന്നുമില്ലേ? ഐ ആം സോറി. ഞാൻ നിന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ നോക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയത് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഐ കുഡ് ബി റോങ് ആൻഡ് ഐ ആം 100% ഷുവർ നീ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയാലുണ്ടല്ലോ, അതെന്തായാലും അടിപൊളിയായിരിക്കും. കാര്യം നീ വാക്കുകൾ ഉണ്ടാക്കുന്നത് നിന്റെ മനസ്സിൽ നിന്നാണ്. അത് ഹാർട്ട് ടച്ചിങ്ങുമാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അത് അടിപൊളി തന്നെയായിരിക്കും. ഇവൾ ഇതുവരെ പോയില്ലേ? ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവളെ ഒരു മിനിറ്റ് പോലും ഏട്ടൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വിടുന്നത് റിസ്ക് ആണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്തോളൂ. പിന്നെ ഏട്ടനും ഇവള് പറയുന്നത് പോലെ തന്നെ വിശ്വസിക്കും. ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നീട് ചെയ്യാം. ഏറ്റവും ആദ്യം ഈ റൂമിലേക്കുള്ള ഇവളുടെ എൻട്രി അവസാനിപ്പിക്കണം. പിന്നെ ഇതൊക്കെ ഞാൻ തനുവിന് വേണ്ടിയാണ് ചോദിച്ചത്. ഞാനവളെ പ്രപ്പോസ് ചെയ്തു, പക്ഷേ ഞാനവളെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഐ മീൻ, നീ പറഞ്ഞില്ലേ, അതുപോലുള്ള ഒരു ഫീലിങ്സും എൻ്റെ മനസ്സിലില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനില്ല. മേ ബി എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഐ തിങ്ക് വിത്ത് ടൈം എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. മേ ബി അല്ലേ? നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒരുപാട് ലേറ്റായി. നീ പോകുന്നില്ലേ? പിന്നെ നിൽക്കി. അത് ഡ്രൈവേഴ്സ് എല്ലാവരും ഗസ്റ്റിനെ കൊണ്ടാക്കാൻ പോയിരിക്കുക. ഞാൻ കൊണ്ടുവിടാം നിന്നെ. വേണ്ട സാർ, ഞാൻ പോയിക്കോളാം. Who is the boss? Boss is always right. Follow me. Let's go. ചേച്ചി എന്താ ആലോചിക്കുന്നേ? നീ ചിന്തിക്കുന്നത് തന്നെ. ചേച്ചി ആലോചിച്ചോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഒന്നും മനസ്സിലാകുന്നില്ല, അറിയില്ല. എന്ത് ചെയ്യും ചേച്ചി? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം നല്ലതാണെന്ന്. നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ കണ്ണുകളൊന്നും അടയ്ക്കണം. എന്താ നടക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് നടന്നോട്ടെ. അങ്ങനെ അഭിക്ക് എന്തെങ്കിലും ഓർമ്മ വരാൻ തുടങ്ങിയ അവനെന്തെങ്കിലും പറ്റിയാലോ? ചേച്ചി, നമ്മൾ എത്ര കാലം ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും? അഥവാ അഭിക്ക് എന്തെങ്കിലും സംഭവിക്കണമായിരുന്നെങ്കിൽ അത് പ്രിയയെ ആദ്യം കണ്ടപ്പോഴേ സംഭവിക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ മറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നാ. അഥവാ അഭിക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ അങ്ങ് വരട്ടെന്നേ. ചിലപ്പോ അതിലൂടെ എന്തെങ്കിലും നല്ലത് നടന്നാലോ? അതുവഴി എന്ത് സംഭവിക്കാം, പക്ഷെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പ്രതീക്ഷയുണ്ടല്ലോ, അത് നല്ലത് മാത്രമേ നടക്കൂ എന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ തെറ്റ് സംഭവിക്കുമോ എന്ന ഭയമാണ് എനിക്കിപ്പോ. നമ്മൾ ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. എല്ലാം ചെയ്യേണ്ടത് ഭഗവാൻ തന്നെയല്ലേ. അദ്ദേഹം എന്ത് ചെയ്താലും അത് നല്ലത് തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പൊ പ്രിയയെ സഹായിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ അവളെ തടയാതെയെങ്കിലും ഇരുന്നൂടെ? അത് ഞാൻ എപ്പോഴാ തടഞ്ഞത്? എനിക്കും അവളുടെ സന്തോഷം തന്നെയാണ് ആഗ്രഹം. എന്റെ ആഗ്രഹം അവർ ഒന്നിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായ ആ തനു എന്തു ചെയ്യും? ഇനി അവൾ വീണ്ടും അങ്ങനെ എന്തെങ്കിലും... ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇത്തവണ തനുവിന് പ്രിയയോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റിനെ കുറിച്ച് ചിന്തിച്ചാലുണ്ടല്ലോ, അവളുടെ മുടി കൊണ്ട് തന്നെ ഞാനുള്ള വാ മൂടി കെട്ടും. ചേച്ചി പേടിക്കണ്ട, ഞാനില്ലേ. മതി മതി, ഇവിടെ നിർത്തൂ, ഞാൻ പോയിക്കോളാം. ഏയ് നിക്ക്, ഞാനും കൂടെ വരാം. വേണ്ട സാർ, സാർ വരാൻ പാടില്ല. നീ ആള് വിചാരിച്ച പോലെയൊന്നും അല്ല. ഒരാൾ വീട്ടിൽ കൊണ്ട് വിടുമ്പോഴേ വെള്ളം വേണോന്ന് ചോദിക്കുന്നതിന് പകരം അയാളെ വീട്ടിൽ കയറുന്നു പോലും ചോദിക്കാതെ പറഞ്ഞങ്ങ് വിടുക. ശരിക്കും നിന്റെ പ്രോബ്ലം എന്തോ? പ്രോബ്ലം ഒന്നും ഇല്ല സാർ. എന്ത് പക്ഷേ? സാറിന് മനസ്സിലാവില്ല. നീ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്ത് പറയാനാ? സാർ എന്നെ ഓർഡർ ഇടുന്നു വീട് വരെ കൊണ്ടാക്കാന്ന്. പിന്നെ ഞാൻ എന്ത് പറയാനാ? അതുകൊണ്ട് അത് നല്ലതല്ലോ.
എന്ന് വെച്ചാൽ നല്ലതല്ല. ഒരു റോക്ക് സ്റ്റാർ വെറും ഒരു സെക്രട്ടറിയെ വീട്ടിലൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ. ഹാ? നീ വെറും എന്റെ സെക്രട്ടറി മാത്രമല്ലല്ലോ, എന്റെ വലിയ ഫാനും കൂടിയല്ലേ. പിന്നെ ഈ മുറിവ് എന്റെ വീട്ടിൽ വെച്ചല്ലേ സംഭവിച്ചത്. അപ്പോ നിന്നെ കൊണ്ടാക്കേണ്ടത് ഞാനല്ലേ. ഞാൻ നിന്നെ കൊണ്ടുവിടാൻ മാത്രം വരുന്നതല്ല, എനിക്ക് എന്റെ സീനിയർ ഫാൻസിനൊന്ന് കാണണം. അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കണം. ഭക്ഷണമൊക്കെ എല്ലാരും കഴിച്ചു കാണും. ചായ കാണുമല്ലോ. പാല് നാളെ രാവിലെ കിട്ടും. സോറി. എന്നാ വെള്ളം കുടിച്ചോളാം. ഇനി വെള്ളവും ഇല്ലെങ്കിൽ നിന്റെ അച്ഛമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ഗെയിം എന്തെങ്കിലും കളിച്ചോളാം. അതിന് നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലേ. പക്ഷെ ഞാനിപ്പോ നിന്നെ കൊണ്ടാക്കാൻ വന്നില്ലെങ്കിൽ അത് ചിലപ്പോ ഭയങ്കര പ്രശ്നമാവും. എന്ത് പ്രോബ്ലം ഉണ്ടാവാൻ? നിന്റെ അമ്മ ഈ മുറിവ് എങ്ങനെയാ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ നീ അമ്മയോട് പറയും എന്റെ വീട്ടിൽ വെച്ചാ സംഭവിച്ചതെന്ന്. അപ്പൊ നിന്റെ അമ്മ പറയില്ലേ ഞാൻ നിന്നെ കൊണ്ടാക്കിയത് പോലും ഇല്ലെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് അവരറിഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ. നാളെ തൊട്ട് ജോലിക്ക് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നിനക്ക് ഇങ്ങനത്തെ ജോബ് എവിടെ കിട്ടാനാ? പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ നിന്നെ പോലുള്ള ഒരു സെക്രട്ടറി കിട്ടുന്ന കാര്യം വളരെ പാടാ. രണ്ടുപേർക്കും നഷ്ടം. പോയാലോ? ശരി, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? സാറ് വീട്ടിൽ ആരോടും ഞാൻ സാറിന്റെ വീട്ടിൽ ജോലി ചെയ്യാണ്, സാറിന്റെ സെക്രട്ടറി ആണെന്ന് പറയാൻ പാടില്ല. ഏ, ഞാൻ കള്ളം പറയണോ അപ്പോ? അല്ല, കള്ളം പറയല്ലോ, സത്യം സത്യം മറച്ചു വെക്കുന്നല്ലേ ഉള്ളൂ. രണ്ടും ഒരേ കാര്യമാണെന്ന് ആരോ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ സാരല്ല സാർ, സാർ മിണ്ടാതെ എന്റെ കൂടെ വന്നാൽ മതി. ഞാൻ എന്ത് പറഞ്ഞാലും സംഭവിച്ചു വന്നാൽ മതി. വന്നോളൂ. ആരോ ഇതും പറഞ്ഞിട്ടുണ്ട്, കള്ളത്തിന് കൂട്ടു നിൽക്കുന്നത് കള്ളം ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആരോ ഇതും പറഞ്ഞിട്ടുണ്ട്, നന്മയ്ക്ക് വേണ്ടിയാണ് കള്ളം പറയുന്നതെങ്കിൽ അതൊരു കള്ളം ആവില്ലെന്ന്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? അത് ഞാൻ സാറിന് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ സാറ് ഞാൻ പറയുന്ന കേൾക്കും. ശരി, ഞാൻ ഇപ്പോഴത്തേക്ക് നിന്റെ കൂടെ വരാം. പക്ഷെ നീ നാളെ വീട്ടിൽ വരുമ്പോ എല്ലാ സത്യവും തുറന്നു പറയണം. ഓക്കെ? എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചാണ്ടല്ലോ, നിന്റെ വീട്ടിലോട്ട് ചെന്ന് ഞാൻ എല്ലാ സത്യവും തുറന്നു പറയും. പിന്നെ നടക്കാൻ പോകുന്നത് ഞാൻ എല്ലാം നാളെ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യുന്നത്? വാ. റോബിൻ, ഔട്ട് ഹൗസിൽ പോയി ഒരു ടേബിളും ചെയറും അറേഞ്ച് ചെയ്യണം. ഈ ജോലി നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് പൂർത്തിയാക്കണം. ഓക്കെ? ആലിയ, നീ ഔട്ട് ഹൗസിൽ ജോലി ചെയ്യുന്നോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നീ ഓഫീസ് പോലെ ആക്കുവാണെന്നാണോ? ഞാനല്ല മൈഥിലിയിടത്തി, പ്രിയ ഔട്ട് ഹൗസിലിരുന്ന് ജോലി ചെയ്യും. അതെന്താന്ന് വെച്ചാ ഏട്ടൻ അവളെ സെക്രട്ടറി ആക്കിയതിനു ശേഷം അപ്പം മുതൽ ഫുൾ ടൈം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക. പക്ഷെ ഇനി മുതല് അവൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യും. അവൾ ഈ വീട്ടിലേക്കും വരില്ല, ആരുടെയും റൂമിലേക്ക് പോകാനും പോകുന്നില്ല. ആലിയ, നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അഭിയോട് അനുവാദം ചോദിച്ചിരുന്നോ? ഏട്ടനോട് ഇപ്പൊ ചോദിക്കുന്ന എന്തിനാ? എനിക്കറിയാം അദ്ദേഹം നോ പറയാൻ പോകുന്നില്ല എന്ന്. അതുപോലെ അഭിക്കും വളരെ നന്നായിട്ട് അറിയാം അവൻ എന്തു പറഞ്ഞാലും അവന്റെ അച്ഛമ്മ നോ പറയില്ല എന്ന്. എന്നിട്ടും അവൻ അച്ഛമ്മയോട് അനുവാദം ചോദിക്കാറുണ്ടല്ലോ. ഓക്കെ, ഫൈൻ, ഞാൻ ഏട്ടനോട് ചോദിച്ചോളാം. പക്ഷെ ഏട്ടന്റെ മറുപടി എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് നാളെ 10 മണിക്ക് മുമ്പ് ഈ ജോലി തീർക്കണം. എന്താ നിൽക്കുന്നത്? ചെല്ല്. അച്ഛമ്മേ, എന്റെ സീരിയൽ തുടങ്ങാൻ പോവാ. നല്ല ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാ. സോ ഞാനും പോവാണേ. ചേച്ചിക്ക് എന്താ തോന്നുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പ്രിയ വീട് വിട്ട് പോകുന്നാണോ? അല്ല, ഇതൊക്കെ അവൾ ഇതിനു വേണ്ടിയല്ലേ ചെയ്യുന്നത്? പ്രിയയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി മാത്രമാ ചെയ്യുന്നത്. അഭിയുണ്ടല്ലോ, പ്രിയയിൽ നിന്ന് അകന്നിരിക്കാൻ വേണ്ടി. കാരണം ഇവൾക്ക് സഹിക്കാൻ കഴിയില്ല. പ്രിയ അഭിയുടെ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവൾക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഒന്നാകാനുള്ള സാധ്യത കൂടുതലാണെന്നാ. പിന്നെ അകൽച്ചയും പതുക്കെ പതുക്കെ മാറുമെന്നും അവൾക്ക് വെപ്രാളം വരും. ഒരുപക്ഷെ അഭിക്ക് ഓർമ്മയെങ്ങാനും തിരിച്ചു വന്നാ അഭി ആദ്യം ചെയ്യുന്നത് ഇതായിരിക്കും, ഇവളെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ ചേച്ചി, നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. പ്രിയയുടെ ഓഫീസ് ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നതിന് മുമ്പായും പ്രിയ അഭിയിൽ നിന്ന് അകലുന്നതിന് മുമ്പും നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ആ, അതും രാവിലെ 10 മണിക്ക് മുമ്പ്. ഓക്കെ. നീ വെറുതെ ടെൻഷൻ അടിക്കില്ലേ, ഞാനുണ്ടല്ലോ കൂടെ. അച്ഛമ്മ ഷുഗർ കൂടിയിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, ഷുഗർ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് നോക്ക്, കൊളസ്ട്രോൾ കുറവാണ്. അച്ഛമ്മ ഫുഡിന്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കപ്പ് സിറപ്പ് കുടിക്കാതിരുന്ന പറ്റില്ലല്ലോ. ഇതെല്ലാം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഞാനിത് രണ്ടും കുറയ്ക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ നോക്കിയില്ലെങ്കിൽ പ്രശ്നം അച്ഛമ്മേ.
പ്രണവ്, പ്രണവ്, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിനക്ക് ഇവരെ മുമ്പേ പരിചയമുണ്ടോ? നീ ഇവരോട് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിനക്ക് ഇവരെ മുമ്പേ അറിയാമെന്ന്. ആ, ആ, അത് ഞാൻ പ്രണവ്, ഇതാ അമ്മയുടെ പഴയ റിപ്പോർട്ട്സ്. എന്താ ഒന്നും പറയാത്ത? അത് ഞാൻ ഞാൻ പറയാം സാറിനോട്. സാറിന് അറിയില്ല, ഞാൻ ജോലിയുടെ കാര്യത്തിൽ വളരെ ടെൻഷനിലായിരുന്നു. സോ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി എല്ലാ ഓഫീസിലും പോയപ്പോ ഒരു ഓഫീസിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. പിന്നെ ഇദ്ദേഹം എന്റെ റെസ്യൂം ചോദിച്ചു. അയ്യോ എന്റെ ആന്റി, ബ്ലഡ് റിപ്പോർട്ട് അല്ലേ റെസ്യൂമാ ചോദിച്ചത്. എന്റെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാൻ വന്നതായിരിക്കും. എനിക്ക് പറ്റിയ ജോലി എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അതിനായിരിക്കും വന്നതല്ലേ? അതിനാ ഞാൻ വന്നേ. അത് ആക്ച്വലി ഞാൻ ഇന്ന് സിറ്റിയിൽ കുറച്ച് നേരത്തെ എത്തിയ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് നിന്റെ ഫാൻ നമ്പർ 1 കണ്ട് ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞിട്ട് പോവാന്ന്. താങ്ക് യു. ഈ കാര്യം നിനക്ക് ഫോണിൽ കൂടിയും ചെയ്യായിരുന്നല്ലോ. ഇവിടെ വെറുതെ എന്തിനാടാ വന്നേ? ഫോണിൽ ഞാൻ ട്രൈ ചെയ്തതാ. അപ്പോൾ ചേച്ചി, ഐ മീൻ ഇവർ തന്ന റെസ്യൂമേയിൽ തന്നെ ഫോൺ നമ്പർ തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത്. ഫോൺ നമ്പറിൻ്റെ കാര്യം പോട്ടെ, ഇവരുടെ അഡ്രസ്സ് തന്നെ തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത്. നിങ്ങൾക്കറിയോ ഞാൻ എത്ര പാടുപെട്ടാ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചെന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കണ്ടുപിടിക്കാൻ പോലും ഇത്രയധികം ഡിഫിക്കൽട്ടി ഉണ്ടായി കാണില്ല. യൂസ്ലെസ് മാൻ. സോറി. വാട്ട് സോറി? നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് അറിയായിരുന്നല്ലോ. എടാ, അത് ഞാൻ എങ്ങനെ അറിയാനാ നിനക്ക് നിന്റെ ഫാൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ അറിയാമെന്ന്? വേറെ ഏതെങ്കിലും ഫാൻ ആയിരുന്നെങ്കിലും അറിയില്ലായിരുന്നു. പക്ഷേ ഇതെൻ്റെ ഫാൻ നമ്പർ 1 ആണ്, അതുകൊണ്ടാ. പിന്നെ ഈ വീട് എനിക്ക് എൻ്റെ വീട് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ വഴി ഞാൻ ഒരിക്കലും മറക്കില്ല. അതായത് നീ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഒരുപാട്. അല്ല, മോനെന്തെങ്കിലും നിക്കുന്നേ? ഇരിക്കുന്നേ. ആന്റി, എനിക്ക് ആദ്യം ചൂടോടൊരു കോഫി വേണം, എന്നാലേ ഞാൻ ഇരിക്കും ഇവിടെ. ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ട് വരാം. ചെല്ലി പെട്ടെന്ന് കോഫി കൊണ്ടുവാ. പിന്നെ നികിതയുടെ അമ്മയെ കാണുന്നില്ലല്ലോ. ഓ, സരളയോ? അവൾ വീട്ടിലില്ല. നമ്മുടെ അയൽവാസിയില്ലേ സരിത, അവളുടെ കൂടെ ഉത്സവത്തിന് പോയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞു വരും. പ്രിയ, നീ ഒന്നിങ്ങോട്ട് നോക്കിയേ. നിന്റെ നെറ്റിയിൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? അതോ, അത് അച്ഛമ്മ. ഞാനോട് വഴക്കിട്ടു. ദേഷ്യം വന്നപ്പോ ഞാൻ അവളുടെ തല പിടിച്ച് ചുമരിലിടിച്ചു. തലയ്ക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല, പക്ഷെ ചുമരിടിഞ്ഞു പോയി. ജോക്കിംഗ് മാൻ. ആക്ച്വലി അച്ഛമ്മ ഓഫീസിൽ ജോലി ചെയ്യായിരുന്നു, പക്ഷെ ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഒന്ന് തെന്നി വീണു. തല പോയി ടേബിളിലിടിച്ചു. ചെറിയ മുറിവാ, പെട്ടെന്ന് ഓക്കെ ആയിക്കോളൂ. ചെറിയ മുറിവോ? എന്നിട്ടാണ് നീ ഇവരെ ഇവിടെ കൊണ്ടാക്കാൻ വന്നേ? കരയുമായിരുന്നു, വിതുമ്പി കരയുമായിരുന്നു. ഞാനിവളെ വീട്ടിൽ കൊണ്ടാക്കിയില്ലെങ്കിൽ വീട്ടുകാർ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ. ഇവളോട് നാളെ തൊട്ട് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു. ഡാ പ്രണവേ, നിനക്ക് എന്നെ അറിയാലോ, ഒരുപാട് വിഷമം തോന്നിയാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. പിന്നെ ഈ കാരണവും പറഞ്ഞ് റോക്ക് സ്റ്റാർ അച്ഛമ്മയും പിന്നെ ഇവളുടെ അമ്മയും ഒന്ന് കാണാമല്ലോ. ദാറ്റ്സ് വൈ. നിനക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? നീ ഇവരെ കാണുകയോ സാധനങ്ങൾ കൊണ്ടൊന്നും സെറ്റിൽ ആവുകയോ എന്തുകൊണ്ട് ചെയ്തോ? എനിക്കെന്താ? മോനെ, ഞങ്ങളുടെ മോക്ക് എവിടെയാ ജോലി കിട്ടിയത്? ഞാൻ എന്തായാലും ജോലി വാങ്ങിക്കൊടുത്തു. ഇനി നിങ്ങൾ തന്നെ അവളോട് ചോദിക്കേ ജോലി എവിടെയാ കിട്ടിയെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് സമയമായാലും അവൾ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാ അതെന്ത് ജോബാ? അതച്ഛമ്മേ, എന്റെ സെക്രട്ടറി. നിങ്ങളുടെ സെക്രട്ടറിയോ? എന്റെ സെക്രട്ടറിയുടെ സെക്രട്ടറി. പക്ഷേ നിനക്കതിന് സെക്രട്ടറി ഇല്ലല്ലോ. നിനക്കെല്ലാം അറിയാവോ? ഓഫ് കോഴ്സ് എല്ലാം അറിയാം. പക്ഷെ നീ പുറത്തു പോകുമ്പോ ആ കാര്യം നിനക്കറിയില്ലല്ലോ. ഇന്നത്തെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. എന്താന്ന് വെച്ചാ ആലിയ വളരെ വളരെ പ്രഷറിലാവുമായിരുന്നു. ഒരുപാട് ജോലി ഉണ്ട് അവൾക്ക്. ഞാൻ വിചാരിച്ചു അവൾക്കൊരു സെക്രട്ടറി വേണോന്ന്. ആലിയയ്ക്കൊരു സഹായവും ആവുമല്ലോ. പിന്നെ നീ ഇവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. നീ നിന്റെ ഫാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നു.
ഇവള് പോകാൻ പറയുന്നതാണോ അതോ മാറി നിന്ന് സംസാരിക്കാൻ വിളിക്കുന്നതാണോ? അബി നീ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ച് സംസാരിക്കല്ലോ. നീ എവിടെയാ പോകുന്നത്? എടാ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, നീ ഒന്ന് വന്നേ, നീ വന്നേ, വാ. എക്സ്ക്യൂസ് മീ, ഐ വിൽ ബി ബാക്ക്. ഇദ്ദേഹം തനുവിനെ പ്രപ്പോസ് ചെയ്ത കാര്യം പ്രണവ് അറിഞ്ഞു എന്ന് തോന്നുന്നു. ഇക്കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക? എന്തു പറ്റി? നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഇതെന്താ നീ മീഡിയയോട് അനൗൺസ് ചെയ്തു തനു നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്? അത് നീ അറിഞ്ഞല്ലേ? അപ്പോൾ ഈ ന്യൂസ് സത്യമാണോ? എടാ നീ ശരിക്കും തനുവിനെ, എടാ നീ എന്തായി ചെയ്തേ? പ്രണവ്, നീ എന്താ മനസ്സിലാക്കാത്തത്? എനിക്കിതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. എടാ നീ ലോകത്തിൽ വേറെ ഏത് വഴി ചൂസ് ചെയ്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതൊട്ടും ശരിയല്ല അബി. നിനക്ക് അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയോ? അന്ന് രാത്രി പാർട്ടിയിൽ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ രാവിലെ ന്യൂസ് നോക്കിയപ്പോഴാണ് കണ്ടത് ഞാൻ തനുവിനോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പോലും. എൻ്റെ പേര്, കരിയർ, റെപ്യൂട്ടേഷൻ, എവറിത്തിങ് വാസ് അറ്റ് സ്റ്റേക്ക്. പിന്നെ അച്ചമ്മയും പിണങ്ങി. ഞാൻ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞു. എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട നോർമലാക്കി എടുത്തത്. എടാ എന്നിട്ടും ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഒരു തവണ എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? നീ എന്താ വിചാരിക്കുന്നത്? ഞാൻ നിന്റെ നല്ല ഒളിച്ചു എന്നാണോ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചത്? കിട്ടിയോ? അച്ഛമ്മ സമ്മതിച്ചോ? ആ, അച്ചമ്മ ആദ്യം ദേഷ്യത്തിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലായി ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലെന്ന്. അച്ചമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ അബി, എന്നാലിത് ശരിയായില്ല. നിനക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയും? തനു നിന്റെ ഗേൾഫ്രണ്ട് ആവാൻ പാടില്ല. അത് കൊള്ളാം. നീ പറയുന്നത് കേട്ടാൽ ഞാനൊരു ക്രിമിനലിനാണ് ഗേൾഫ്രണ്ട് ആക്കുന്നതെന്ന് തോന്നുമല്ലോ. തനു ഒരു നല്ല പെൺകുട്ടിയാണ്. ഞാൻ കാരണം എത്ര നാണക്കേട് അവൾക്ക് ഉണ്ടായെന്ന് നിനക്കറിയാലോ. ഞാൻ ആരെയും വിഷമിപ്പിക്കാറില്ലെന്ന്. അതുമല്ല, തനു നല്ലൊരു മോഡലല്ലേ, സക്സസ്ഫുൾ മോഡൽ. പിന്നെ നല്ലവണ്ണം സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ചേർന്നാലുണ്ടല്ലോ ഇവിടെ പിന്നെ പൈസയുടെ മഴയായിരിക്കോടാ. എത്ര നാളെന്ന് വെച്ചാൽ സിംഗിൾ ആയിരുന്നേ. പൈസയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. നീ അവളെ പ്രണയിക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്റെ ഗേൾഫ്രണ്ട് ആക്കുന്നേ? നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന്? അതെനിക്കറിയാം. അറിഞ്ഞ കാര്യം നീ എന്തായാലും ആരോടും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ കൺഫ്യൂസ്ഡാണ്. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓർത്തിട്ട്. നീ ഇപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ കൂട്ടുക ചെയ്തത് നിനക്കറിയോ? ബട്ട് ഐ ഗസ് ഐ ഷുഡ് ഗിവ് ഇറ്റ് ടൈം. വാട്ട് യു തിങ്ക്? ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറിയാലോ. പെണ്ണു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഐഡിയ ആരുടേതാ? ഏത് ഐഡിയ? ഇത് തനുവിനെ ഗേൾഫ്രണ്ട് ആക്കുക. ഓ, അതോ? നിനക്കെന്താ തോന്നുന്നേ? ആരായിരിക്കും? എനിക്കാകെ ഒരു വെൽവിഷറല്ലേ ഉള്ളൂ, ആലിയ. ശരി, ഞാൻ അവരോട് ബൈ പറഞ്ഞിട്ട് വരാം. ഓക്കെ? ഇത് ഞാൻ ആദ്യമേ ഊഹിക്കേണ്ടതായിരുന്നു. ഈ കാര്യം ആലിയ അല്ലാതെ മറ്റാരും ചെയ്യില്ലെന്ന്. അച്ഛമ്മ, അദ്ദേഹം സ്വയം പേരുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ പോട്ടെ അച്ഛമ്മ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? എന്താ മോളെ, നിനക്കത് എന്നോട് പറയാമായിരുന്നല്ലോ. അച്ഛമ്മ, അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു തനു അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടാന്ന്. കാരണം അവൾ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ അദ്ദേഹം ഉറപ്പായും അങ്ങനെ ചെയ്യില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അച്ഛമ്മ, അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇനി ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല. കുറച്ചുനേരം ടി വി കാണട്ടെ, എന്നിട്ട് ജോലിയൊക്കെ ചെയ്യാം. ന്യൂസ് ഒന്ന് വെച്ചു നോക്കാം. തനു എൻ്റെ ഗേൾഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ പബ്ലിക് ആക്കിയില്ല. കാരണം നമുക്ക് പ്രൈവസി വേണമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ ഇതൊന്നും തടയാഞ്ഞേ? എന്തു പറ്റി? ഞാൻ എന്ത് ചെയ്യാനാ അച്ഛമ്മ? അദ്ദേഹത്തിന് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അദ്ദേഹം മാത്രമല്ല, കുടുംബം മുഴുവൻ നാണം കെടുവായിരുന്നു. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവസാനിച്ചു പോയനെ. അദ്ദേഹത്തെ ഇത്ര വലിയ സ്റ്റാർ ആക്കിയ ഫാൻസ് തന്നെ അദ്ദേഹത്തെ ഒരു വില്ലനായി കണ്ടേനെ.